ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈസി വരുന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ തട്ടുകടയിലൊക്കെ കിട്ടുന്ന ഒരു രീതിയിലുള്ള അടിപൊളി ചിക്കൻ ഫ്രൈയുടെ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ അധികം എണ്ണയൊന്നും ഉപയോഗിക്കാതെ തന്നെ നമുക്ക് നന്നായിട്ട് നല്ല ടേസ്റ്റിൽ ഫ്രൈ ചെയ്തെടുക്കാവുന്ന ഈ ചിക്കൻ ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിനുവേണ്ടി ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും അതേപോലെ കറിവേപ്പിലയും കൂടെ ഒന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും ഒരു മീഡിയം സൈസ് ഇഞ്ചിയും ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരയ്ക്കുന്നതിന് പകരം നിങ്ങൾക്ക് ചതച്ച് വേണേലും ഉപയോഗിക്കാവുന്നതാണ്. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസിലേക്ക് ഈ അരച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ പേസ്റ്റ് ചേർത്തതിന് ശേഷം ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് എരിവുള്ള മുളക് പൊടി, ഒരു 3/4 സ്പൂണ് കുരുമുളക് പൊടി, ഒരു 1/2 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, 1/2 സ്പൂണ് ചില്ലി ഫ്ലെക്സ്, 1/2 സ്പൂണ് പെരുംജീരകം പൊടിച്ചത്. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ്. നന്നായിട്ട് നൈസായിട്ട് പൊടിച്ചിട്ടുള്ള അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 3 സ്പൂണോളം അരിപ്പൊടിയും കൂടെ ചേർത്ത് ഇനി അതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർക്കണം. ഒരു 3/4 സ്പൂണ് ഉപ്പാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് 2 അടപ്പ് വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വിനാഗിരിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ നാരങ്ങ നീരും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത്രയും ചേർത്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആയിട്ട് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ചിക്കൻ പീസൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 2 മണിക്കൂറോളം, മിനിമം 2 മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു 2 മണിക്കൂറോളം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എത്ര സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നോ അത്രയും ടേസ്റ്റ് കൂടുതലായിരിക്കും. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി നമുക്ക് ആദ്യം പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് വെളിച്ചെണ്ണയൊന്നും അധികം ഉപയോഗിക്കേണ്ടി വരില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളെല്ലാ ചിക്കൻ പീസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇത് മറിച്ചിട്ട് കൊടുക്കാം. എല്ലാ പീസും മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു തണ്ട് കറിവേപ്പിലയും 2-3 പച്ചമുളക് നടുവേ കീറിയതുമാണ്. അപ്പോൾ മറിച്ചിട്ടതിന് ശേഷം കറിവേപ്പിലയും പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ആദ്യം തന്നെ നമ്മളിത് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രൈ ഒക്കെ ആയി കഴിയുമ്പോൾ ഈ പച്ചമുളകൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ ഒരു 10 മിനിറ്റും കൂടെ നമുക്ക് ഇതൊന്ന് നന്നായിട്ട് കുക്ക് ചെയ്യാൻ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു 10 മിനിറ്റും കൂടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ച് മറിച്ച് വിട്ടിട്ട് നന്നായി ഒന്നും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 20-25 മിനിറ്റോട് കൂടി തന്നെ നമ്മുടെ ചിക്കൻ ഫ്രൈ നന്നായിട്ട് മുരിഞ്ഞ് ഫ്രൈ ആയി കിട്ടും. അങ്ങനെ നമ്മുടെ തട്ടുകടയിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അധികം എണ്ണയൊന്നും ഒഴിക്കാതെ തന്നെ നമുക്ക് നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് എന്നാൽ നല്ല ഫ്രൈ ആയിട്ട് തന്നെ നമ്മുടെ ചിക്കൻ ഫ്രൈ കിട്ടിയിട്ടുണ്ട്. ബാച്ചിലേഴ്സിനൊക്കെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. ചിക്കനൊക്കെ വീടുകളിൽ വാങ്ങുന്ന സമയത്ത് കുറച്ചെടുത്ത് ഇതേപോലെ ഒന്ന് ഫ്രൈ ആക്കി നോക്കുക.
എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയാണ്. നമ്മുടെ തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യണേ. എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.